പ്രഭാതകാലത്തിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. ഇവിടെ ഇതാ അപ്പോസ്തലനായ പത്രോസ് വലിയൊരു ആത്മീയ മർമ്മം നമ്മളെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പല കാര്യങ്ങളുമാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും. അതായത് പലപ്പോഴും നമ്മൾ ക്രിസ്തീയ ജീവിതം പലപ്പോഴും ഒരു വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഇതൊക്കെ കാണുന്നുണ്ടേ ലോക മനുഷ്യർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ അത്ര വിശുദ്ധരാണോ, നിങ്ങൾ അങ്ങനെ വേർപെട്ട് ദൈവത്തെ ആരാധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശയാണ്, നമ്മളിലുള്ള പ്രത്യാശയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ പലപ്പോഴും ആവർത്തിച്ചുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിരാശരായിട്ട് നമ്മൾ മാറുന്നുവെങ്കിൽ ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? അവരോട് സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന്. അതായത് നമുക്ക് ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. കാരണം അപ്പോസ്തലൻ പറയുന്ന പോലെ ബഹുനിശ്ചയത്തോടു കൂടിയാണ് ഞങ്ങളുടെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നത്. കാരണം ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും അറിഞ്ഞതുമായ ആ വലിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം, യേശുവായിട്ടുള്ള ആ ബന്ധം, അത് പ്രിയ ദൈവമക്കളെ നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. അത് സൗമ്യതയോടെ, ഭയത്തോടെ, ഭക്തിയോടുകൂടി നമുക്ക് മറുപടി പറയാൻ നമുക്ക് വചനത്തിട്ടമുണ്ടായിരിക്കണം. അല്ലാതെ വിശ്വാസത്തിൽ നമ്മൾ ചഞ്ചലിക്കുന്നവരായി മാറരുത്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ മക്കൾ അവരിലുള്ള വിശ്വാസത്തിൻ്റെ ആ പ്രത്യാശയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാൻ തക്കോണം വചനത്തിൻ്റെ ശക്തിയാൽ അവരെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.